So hi guys, welcome back to my YouTube channel Pro Gold Max Gaming. So guys, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്റ്റോറി മോഡ് ഗെയിമിനെ കുറിച്ചാണ്. ഈ ഗെയിം ആരും അങ്ങനെ കേട്ടിട്ടില്ല, എന്നാലും ഇത് അത്യാവശ്യം നമ്മുടെ കേരളത്തിൽ എത്ര ഫേമസ് അല്ലെങ്കിൽ പുറം രാജ്യത്തൊക്കെ നല്ല ഫേമസ് ആണ്. ഈ ഗെയിമിന്റെ പേര് ഡിട്രോയിറ്റ് ബിക്കം ഹ്യൂമൻ ആണ്. Now it's my turn to decide. ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓരോ ടാസ്ക് മിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ കംപ്ലീറ്റ് ആക്കാണ് ഗെയിമിൽ വന്നിട്ടുള്ളത്. ഈ ഗെയിം 2018 PS4 അതേപോലെ തന്നെ 2019 PC ഇറങ്ങിയ ഗെയിമാണ് ഗൈസ് ഇത്. സോ ഗൈസ്, നമ്മൾ ചിന്തിക്കുന്ന പോലെ പെട്ടെന്ന് ഡിസിഷൻ നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റും. നമ്മൾ എടുക്കുന്ന ഡിസിഷൻ അനുസരിച്ച് നമുക്ക് ഈ ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇതിന്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ റോബോട്ടാണ് ഗൈസ്. റോബോട്ടിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഗെയിം പ്ലേ ചെയ്യുന്നത്. സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് സർവന്റിന് ആവശ്യം വന്നത് കൂടി റോബോട്ടിനെ മനുഷ്യന്മാർ നിർമ്മിക്കാൻ തുടങ്ങി. സോ അത് കാരണം മൂലം സിറ്റി നിറച്ച റോബോട്ട്സ് ആയി. സോ അത് വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് ഗൈസ് ഇത്. സോ ഗൈസ്, അപ്പോൾ ഇതിൽ ഓരോ മിഷൻ കാര്യങ്ങൾ കളിക്കുമ്പോൾ തന്നെ ഇതിൽ ഓരോ ട്വിസ്റ്റും കാര്യങ്ങളും ഉണ്ടാവുന്നതാണ്. സോ ഗൈസ്, ഇതിൽ 3 പ്ലേയേഴ്സ് ആണ് വന്നിട്ടുള്ളത്. കോണർ, കാര, മാർക്കസ്, ഇവരൊക്കെയാണ് ഇതിലെ പ്ലേയേഴ്സ്. സോ ഇവർ വെച്ച് നമുക്ക് കളിക്കാൻ പറ്റും ഗൈസ്. ഇത്ര 3 പ്ലേയേഴ്സ് ഇതിൽ അവൈലബിൾ ഉള്ളൂ. എന്നാലും ഗെയിം പൊളിയാണ്. റോബോട്ടാണ് ഗൈസ്, റോബോട്ടാണ്. അതും പോരാത്തതിന് 3 പേർക്കും 3 തരം സ്പെഷ്യൽ കഴിവുകളുണ്ട് ഗൈസ്, പവേഴ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഗെയിം കളിച്ചാലേ ഇത് മനസ്സിലാവത്തുള്ളൂ. എന്തായാലും ഒന്ന് കളിച്ച് നോക്കണേ. പിന്നെ വന്നിട്ടുള്ള ഗെയിംസ്, ഈ ഗെയിം അഗ്രസീവായിട്ട് കളിക്കാൻ പറ്റും. ഇതേപോലെ നമുക്ക് നോർമൽ രീതിക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുക്കാം. മിഷൻസ് എന്ന് വെച്ചാൽ കുറെ മിഷൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഒരു ഗെയിമിനെ പോലെയല്ല, ഇത് സ്റ്റോറി മോഡ് പ്ലസ് മിഷൻസ് നല്ല കൂടുതലാണ് ഈ ഗെയിമിന്. ഗെയിമിന്റെ പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് തോന്നുന്ന രീതിക്ക് ഈ ഗെയിമിനെ എങ്ങനെ കൊണ്ടുപോകാൻ ഗൈസ്, അതാണ്. ഇതിന്റെ മിഷൻ നമുക്ക് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും അതെന്ന് വെച്ചാൽ അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ സ്ട്രീമർ ആണെങ്കിൽ കമന്റ് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അവരിങ്ങനെ പറയും ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യും. സോ അത് ആ റൂട്ട് വഴി നമുക്ക് അതേപോലെ ചെയ്യാവുന്നതാണ് ഗൈസ്. ഗൈസ്, ഓരോ മിഷന്റെ എൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡിനനുസരിച്ചാണ് നമ്മളാ ഈ ഗെയിമിനെ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കുക ഗൈസ്. സോ ഒരാൾ ഗെയിം കളിക്കുന്നതിന്റെ എൻഡിങ് വേറെ ആവും, മറ്റുള്ളൊരാൾ കളിക്കുമ്പോൾ അതിന്റെ എൻഡിങ് വേറെ രീതിക്കാവും. സോ ഒക്കെ ഡിഫറെന്റ് ആണ് ഗൈസ്. സ്റ്റോറി മോഡ് ആയതുകൊണ്ട് ഫുൾ ഡിഫറെന്റ് മോഡാണ്. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.